സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ്, എങ്ങനെയാണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്, ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെയാണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ റിയൽ ലോജിക്ക് എന്താണ് ഇതിൻ്റെ റിയൽ റീസണൊക്കെ ഗ്രാഫ് ചാർട്ടുകൾ നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ റീസണ്. നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഫോറക്സ് ട്രേഡിങ്ങിലാണ്. അത് ഇന്ത്യൻ മാർക്കറ്റിൽ വർക്കിംഗ് ആണോ, അപ്പോൾ ഏത് രീതിയാണ് വർക്കിംഗ്, ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, എവിടെ നിന്നാണ് പഠിച്ചത്, എങ്ങനെയാണ് ഞാൻ ഇത് പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത് എന്നീ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആയ കണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്താണെന്നുള്ളതിന് നമുക്ക് തുടങ്ങാം. എന്താണ് സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? സ്മാർട്ട് മണി എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹ്യൂജ് മണിക്കാണ് സ്മാർട്ട് മണി എന്ന് പറയുക. ഒരു വലിയ എമൗണ്ട് ഓഫ് മണി നമ്മുടെ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നതിന് നമ്മൾ സ്മാർട്ട് മണി എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആദ്യം ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് ലോജിക്ക്, എങ്ങനെയാണ് ട്രേഡിങ് വർക്കാവുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സ്മാർട്ട് മണി ഈസിയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നോർമലി നമുക്ക് നമ്മളെപ്പോലെ സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സ് മിക്കവാറും സ്റ്റോക്കുകളൊക്കെ വാങ്ങുക 1000 സ്റ്റോക്ക് അല്ലെങ്കിൽ 2000 ക്വാണ്ടിറ്റിയൊക്കെയാണ് നമ്മൾ വാങ്ങുക അല്ലേ. അപ്പോൾ മാർക്കറ്റിൽ നിങ്ങൾക്കറിയാം എപ്പോഴും അവൈലബിൾ ആയിരിക്കും 1000, 10000 ക്വാണ്ടിറ്റി ബൈയും സെല്ലും ചെയ്യാൻ. നോർമലി സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 1000 ക്വാണ്ടിറ്റി ഒരു സ്റ്റോക്ക് ബൈ ചെയ്യണമെങ്കിൽ അതേ ഈക്വലിൻ്റെ അളവിൽ 1000 ക്വാണ്ടിറ്റി ഒരാൾ സെല്ല് ചെയ്യുന്നുണ്ടാവണം, എന്നാൽ മാത്രമേ നിങ്ങളുടെ ബൈ ഓർഡർ ഹീറ്റ് ആവുള്ളൂ അല്ലേ. അങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വെറുതെ ഒരു 100 ക്വാണ്ടിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നത് വെച്ചാൽ അത്രയും ഈസിയാണ്. 100, 200 ലക്ഷങ്ങൾ ആളുകൾ അവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ടാവും ഓരോ ഏരിയയിൽ. അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ റീറ്റെയിലേഴ്സിന് ഈസിയാണ് എപ്പോഴും മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ. കാരണം അവർക്ക് അധികം സമയം വേണ്ട. ജസ്റ്റ് ഒരൊറ്റ ക്ലിക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ അവരുടെ സെയിം എൻട്രി പ്രൈസിന് അവർക്ക് എൻട്രി ചെയ്യാൻ പറ്റും. എന്നാൽ ഈ സ്മാർട്ട് മണി എന്ന് പറഞ്ഞ ആളുകൾ, അതായത് വലിയ എമൗണ്ട് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളെപ്പോലെ സാധാരണ രീതിയിലുള്ള ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഈസി ആയിട്ട് മാർക്കറ്റിലേക്ക് കയറാൻ പറ്റില്ല. അവർക്ക് ഒറ്റ ക്ലിക്കിൽ ഒരു എമൗണ്ട് വെച്ചിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ പറ്റില്ല. കാരണം അവർ ചിലപ്പോൾ ഒരു ലക്ഷക്കണക്കിന് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കോടികളുടെ ക്വാണ്ടിറ്റി ആയിരിക്കും അവർ വാങ്ങുക മാർക്കറ്റിൽ. അത്രയും എമൗണ്ട് അല്ലെങ്കിൽ എത്രയും ലിക്വിഡിറ്റി എന്നാണ് ഇതിന് പറയുക ഓർഡറുകളെ അത്രയും. ഇപ്പോൾ ഒരു കോടി ഷെയർ വാങ്ങണം എന്നുണ്ടെങ്കിൽ അത്രയും 1 കോടി ഷെയർ സെല്ല് ചെയ്യുന്ന ആൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, ബൈ ചെയ്യാൻ പറ്റുള്ളൂ. മിക്കവാറും മാർക്കറ്റിൽ അത്രയൊന്നും ഒരുമിച്ച് ഉണ്ടാവില്ല മാർക്കറ്റിൽ. അപ്പോൾ എന്താണെന്ന് ചെയ്യുകയെന്ന് വെച്ചാൽ അവർ ടൈം എടുത്തിട്ടായിരിക്കും വാങ്ങുക. ചിലപ്പോൾ 1 കോടിക്ക് 10 ലക്ഷം ഇവിടെ വാങ്ങും. ഇവിടെ വാങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന ആളുകൾ എവിടെയാണുള്ളത് നോക്കുകയാണ് അവർ ചെയ്യുക മെയിനായിട്ട്. ഇപ്പം നമ്മൾ സാധാരണ റീറ്റെയിലേഴ്സ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, അവിടെയൊക്കെ ഒരുപാട് ഇതൊക്കെ സപ്പോർട്ടായിട്ടിരിക്കും. ഇവിടെയൊക്കെ മാർക്കറ്റ് സപ്പോർട്ടായിരിക്കും. നെക്സ്റ്റ് ടൈമിൽ ഇവിടെ വരുമ്പോൾ സപ്പോർട്ടായിരിക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിയ ആളുകളൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഏരിയ ആയിരിക്കും ഈ ലോൻ്റെ താഴെ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇഷ്ടം പോലെ എന്തുണ്ടാവും, സെൽ ഓർഡർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് സുഖമാണ്. കാരണം അവർക്ക് ഇവിടെ ബൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് അവരുടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സെൽ ഓർഡർ ഉണ്ടായതുകൊണ്ട് അവരുടെ ബൈ ഓർഡർ ഹീറ്റാവും. ചിലപ്പോൾ അവർ 1 കോടി വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം ഇവിടുന്ന് വാങ്ങും. തിരിച്ച് മാർക്കറ്റ് വീണ്ടും ഇവിടെ എത്തുമ്പോൾ വീണ്ടും 50 ലക്ഷം വാങ്ങും. അങ്ങനെയാണ് മാർക്കറ്റ്, ആ ഒരു പമ്പിങ്ങിന് കൊണ്ടാണ് മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റം തരുന്നത്. അങ്ങനത്തെ ഏരിയകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട്, അങ്ങനത്തെ ഏരിയകൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ കൂടുതലുള്ളത് അല്ലെങ്കിൽ എവിടെയാണോ ഓർഡറുകൾ കൂടുതലുള്ളത് അത്തരം ഏരിയകൾ ഉള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വാങ്ങുന്ന ഏരിയകൾ ആ ഏരിയയിൽ നമ്മളും വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ശരിക്കും സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയാം. അതിൻ്റെ ആ ഒരു സിമ്പിൾ ബേസിക് എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു മാർക്കറ്റ് എങ്ങനെ വർക്കാവുന്നത്, എന്തുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ആ ഒരു ഏരിയയിൽ കയറുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ റിയൽ റീസൺ. അത്രയും ലിക്വിഡിറ്റി അല്ലെങ്കിൽ അത്രയും ഓർഡറുകളുള്ള ഏരിയയിൽ നിന്ന് വാങ്ങാനും കാരണം അതാണ്. അതുപോലെ ഇപ്പോൾ ഇതേമാതിരി ആളുകൾ എന്ത് ചെയ്യും, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് പുതിയ ഒരുപാട് ഓർഡറുകൾ ഇവിടെ ഉണ്ടാവും. കാരണം ഒരു സിങ് ഹൈ ആണല്ലോ. അപ്പോൾ മുകളിൽ ഓർഡർ ഉണ്ടാവും. അപ്പോൾ വീണ്ടും താഴേക്ക് പുഷ് ചെയ്യാനും സെല്ല് ചെയ്യാനൊക്കെ ഓർഡറുകൾ അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് വീണ്ടും താഴേക്കോ അല്ലെങ്കിൽ അത്തരം ഏരിയകളാണ് മാക്സിമം അവർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ലിക്വിഡിറ്റി ഏരിയകളാണ്. നമ്മൾ SBIൻ്റെ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ട് ലിക്വിഡിറ്റി ഏരിയയാണ്. ഡെയിലി ക്യാൻഡിൽ ഓരോ ലിക്വിഡിറ്റി ഏരിയ മീൻസ് സ്റ്റോപ്പ് ഓർഡറുകൾ ഏറ്റവും കൂടുതലുള്ള ഏരിയകൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഏരിയയിൽ എത്തുമ്പോഴാണ് നമ്മുടെ എൻട്രിക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. പല രീതിയിലും ലിക്വിഡിറ്റി ട്രാപ്പുകൾ വരാം മാർക്കറ്റിൽ. സപ്പോർട്ട്, റെസിസ്റ്റൻസിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിക്കേറ്ററിൻ്റെ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് കാണാം.
പലപ്പോഴും നമ്മളൊരു എൻട്രി എടുത്ത് ഉടനെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് നിങ്ങൾ കാണാം അല്ലേ. ആ ഒരു അതിൻ്റെ റീസൺ എന്തായിരിക്കും, ആ ഒരു ഏരിയയെ അതിലേക്ക് മാർക്കറ്റിനെ മൂവ് ചെയ്യിച്ചാൽ അവിടെ വീണ്ടും കുറേ നമ്മളെപ്പോലെ ഇപ്പോൾ ഞാനൊരു എൻട്രി ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു, മൂന്നാമത് പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോൾ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴായിരിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ മാർക്കറ്റിനെ പുഷ് ചെയ്ത് താഴേക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും ഓർഡറുകൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് കയറാൻ സുഖമാണ്. അതുകൊണ്ടാണ് അത്തരം ഏരിയകൾ നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ ട്രേഡ് എടുക്കുന്നത്. അതിനെയാണ് ശരിക്കും സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയാം. ആ ഒരു സ്മാർട്ട് മണി കയറാൻ ചാൻസ് ഉള്ള, ലിക്വിഡിറ്റി ഉള്ള, അല്ലെങ്കിൽ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉള്ള, അല്ലെങ്കിൽ പുതിയ ഓർഡറുകളുള്ള ഏരിയകൾ നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ നമ്മളും കൂടെ നമ്മളും കൂടെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയാം. ഇനി ഞാൻ ഈ ഒരു സിസ്റ്റത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് സ്മാർട്ട് മണി കോൺസെപ്റ്റിനെ കുറിച്ച് കുറേ യൂട്യൂബിൽ ചാനലിൽ കണ്ടിട്ടൊക്കെ തന്നെയാണ് പഠിച്ചത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഇന്നർ സർക്കിൾ ട്രേഡർ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു, ഇന്നർ സർക്കിൾ ട്രേഡർ. ആ പുള്ളിയുടെയൊക്കെ വീഡിയോസ് അധികം കണ്ടിട്ട് തന്നെയാണ് പഠിച്ചത് മാർക്കറ്റിൽ. മീൻസ് ഈ ഒരു സ്മാർട്ട് മണീൻ്റെ എൻ്റെ ഒരു ബേസിക് ഐഡിയ ഒക്കെ എനിക്ക് ആ ഒരു ഏരിയയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇന്നർ ട്രേഡർ സർക്കിൾ എന്ന് പറഞ്ഞാൽ ICT എന്ന് പറയും. അപ്പോൾ അത് ബേസിക്കലി സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പഠിച്ചു. അതിനുശേഷം കുറേ വീഡിയോസ് പല ആളുകളുടെയും പിന്നെ സ്മാർട്ട് മണി കോൺസെപ്റ്റിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. പക്ഷെ ഇത് ഫോറക്സ് മാർക്കറ്റിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയ ഞാൻ അതിൻ്റെ കുറേ ഫോറക്സ് മാർക്കറ്റിലൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനത് ഈ ഒരു സെയിം സിസ്റ്റം വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യാൻ വന്ന സമയത്താണ് എനിക്ക് കൂടുതൽ ട്രേഡുകൾ അവർ നോർമലി ഇന്ത്യൻ മാർക്കറ്റിൽ നോർമലി SMC കോൺസെപ്റ്റ് പ്രകാരമുള്ള എൻട്രി ഏരിയകളിൽ നിന്നൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ പലപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസുകൾ കൂടുതൽ വരുന്നുണ്ട്. കാരണം ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ വീണ്ടും അതിൻ്റെ താഴേക്ക് വന്നിട്ട് SL അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സിസ്റ്റം അനുസരിച്ച് ഞാൻ കുറേ ട്രേഡ് ചെയ്ത് നോക്കി. പക്ഷേ ഒന്ന് പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയിട്ടില്ല ആ ഒരു സമയത്തൊന്നും. കാരണം ഞാൻ കുറച്ച് കാലം ട്രേഡ് ചെയ്തപ്പോഴാണ് ഞാൻ തന്നെ ഓരോ ചാർട്ടുകൾ എടുത്തിട്ട് ഈ ഒരു സിസ്റ്റം ശരിക്കും മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയതാണ്. നോക്കിച്ചാൽ 1-2 വർഷത്തെ ചാർട്ടുകൾ എടുത്തിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ നോക്കി വാച്ച് ചെയ്ത് ഓരോ ദിവസം എത്ര വർക്ക് ചെയ്യുന്നുണ്ട് സ്മാർട്ട് മണി പ്രകാരം അങ്ങനെ വർക്ക് ചെയ്ത് നോക്കിയിട്ട് കുറേ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ആ ഒരു കുറേ കാര്യങ്ങൾ മനസ്സിലായത്. സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഫോറക്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇന്നർ സർക്കിൾ ട്രേഡർ, അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സും ചെയ്യുന്ന പോലെ, വിദേശത്തുള്ള യൂട്യൂബേഴ്സ് അല്ല, മലയാളത്തിൽ ഒരുപാട് ആളുകൾ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഈ സ്മാർട്ട് മണി കോൺസെപ്റ്റ്. അതിൻ്റെ ഒക്കെ ഒരുപാട് ആളുകൾ പഠിച്ച ആളുകളും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ സിസ്റ്റമൊക്കെ വെച്ചിട്ട് ഞാൻ നോക്കിയതാണ്. പക്ഷേ ഒരുവിധ ആളുകളൊക്കെ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, മലയാളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത്, ഒരുപാട് കോഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട് സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ. ഒരുവിധം ആളുകളൊക്കെ പഠിപ്പിക്കുന്നത് ഈ ഒരു ഇന്നർ സർക്കിൾ ട്രേഡർ, അല്ലെങ്കിൽ വേറെ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഇംഗ്ലീഷ് ചാനലുകളിലോ ഹിന്ദി ചാനലുകൾ കുറവാണ്, ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ ഉള്ള സെയിം കോൺസെപ്റ്റ് മലയാളത്തിലാക്കിയിട്ട് ഇതേപോലെ അങ്ങ് പഠിപ്പിക്കുക ചെയ്യുന്നത്. പക്ഷേ ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചാർട്ടുകളിലൂടെ പോയി നോക്കിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്കുകളിലോ നോക്കുന്ന സമയത്ത് അത് അത്രത്തോളം പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടിട്ടാണ് സ്വന്തമായിട്ട് ഒരു സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തത്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് കോർ എന്താണെന്ന് വെച്ചാൽ, സിസ്റ്റത്തിൻ്റെ ബേസിക് കോർ ലിക്വിഡിറ്റി തന്നെയാണ്, അതായത് സ്റ്റോപ്പ് ലോസുകളുള്ള ഏരിയ തന്നെയാണ്. പക്ഷേ നോർമലി നമ്മൾ പഠിക്കുന്ന ഒരു സ്മാർട്ട് മണി കോൺസെപ്റ്റ്, നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു സ്മാർട്ട് മണി കോൺസെപ്റ്റ് റിയൽ ആയിട്ട് ഇതിൽ ചെയ്യുമ്പോൾ അത്രത്തോളം ഇന്ത്യൻ മാർക്കറ്റിൽ വർക്ക് ആവുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി ഉള്ള ട്രേഡിംഗ് സെറ്റപ്പ് തന്നെയാണ്, പക്ഷേ ഏരിയകൾ ഡിഫറൻ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് അതിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ പലരും ചെയ്യുന്നത് ഇപ്പോഴും ആ ഒരു സിസ്റ്റം, പഴയ സ്മാർട്ട് മണി യൂട്യൂബിലൊക്കെ പഠിപ്പിക്കുന്ന അതേ സിസ്റ്റം മലയാളത്തിലാക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യില്ല എന്നല്ല, അതും വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന സിസ്റ്റത്തിന്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സിസ്റ്റത്തിന് കൂടുതൽ റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് നോർമലി SMCയുടെ ആ ഒരു സ്റ്റോപ്പ് ലോസിന് അത്രയും കുറവുമാണ് സ്റ്റോപ്പ് ലോസ്. ഞാൻ മോശമായിട്ട് പറയില്ല, ആ ഒരു എല്ലാ സിസ്റ്റവും വർക്ക് ചെയ്യും, പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി പ്രോബബിലിറ്റി എനിക്ക് കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ. അങ്ങനെയാണ് ഞാൻ ആ ഒരു സിസ്റ്റം കുറേ കാലത്തെ ബാക്ക് ടെസ്റ്റ് ചാർട്ടുകൾ നോക്കിയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ടൊരു സിസ്റ്റം ഞാൻ പഠിച്ചു അതങ്ങ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതല്ല. അപ്ലൈ ചെയ്തിട്ട് പ്രോഫിറ്റബിൾ അധികം ആവാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ചാർട്ടുകൾ ഇങ്ങനെ നോക്കാൻ കാരണം. അങ്ങനെയാണ് ആ ഒരു സിസ്റ്റം ഇൻഡ്യൂസ്മെൻറ്റ് സെറ്റപ്പുകളും അതിലുള്ള സ്കാൽപ്പിങ്ങുകളും അതുപോലെ വലിയ വലിയ ട്രേഡ്സൊക്കെ ആ രീതിയിലാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ബേസിക്കായിട്ട് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ആ ഒരു സിസ്റ്റം നമ്മുടെ കോഴ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നതും ആ ഒരു സിസ്റ്റം തന്നെയാണ്. ലിക്വിഡിറ്റി മാക്സിമം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസുകൾ മാക്സിമം ഉള്ള ഏരിയകൾ കണ്ടെത്തി ആ ഒരു ഏരിയയിൽ ട്രേഡ് എടുക്കാൻ.
പലപ്പോഴും പല ആളുകളും ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏരിയകളായിരിക്കും പലപ്പോഴും ട്രേഡ് വരിക. ഇപ്പം നമ്മൾ ഒരു സിസ്റ്റം, ഇപ്പം നിങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കൂ, ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തൊക്കെ ലിക്വിഡിറ്റി ഏരിയ, അത് മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് നിന്നു ഡൗൺ വന്നു, നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലോനെ ടാപ്പ് ചെയ്ത് താഴേക്ക് വരുമ്പം നമ്മൾ ശരിക്കും അപ്സൈഡിലേക്കായിരിക്കും ആ സമയത്ത് മാർക്കറ്റിൽ പോവുക. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ പലപ്പോഴും ആ ഒരു രീതിയിലൊക്കെയാണ് എൻട്രി വരിക. പക്ഷേ എൻട്രി എടുക്കുന്ന രീതിയിൽ സ്റ്റോപ്പ് ലോസ് വരില്ല എന്നല്ല, സ്റ്റോപ്പ് ലോസുകളും നമ്മുടെ സിസ്റ്റത്തിൽ എല്ലാ സിസ്റ്റത്തിലും സ്റ്റോപ്പ് ലോസ് വരും. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ വേറെ ഏരിയയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് തന്നെയാണ് സൈക്കോളജി. നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം. ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വരും. അത് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, റിസ്ക് റിവാർഡ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ഓവർ ട്രേഡിങ് കുറച്ചിട്ട് എങ്ങനെയാണ് നല്ല ട്രേഡർ ആവുന്നതെന്നൊക്കെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ സൈക്കോളജിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രേഡിങ് അതൊക്കെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ബേസിക് നമ്മൾ എൻട്രി എടുക്കുന്ന ഏരിയകൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ഓരോ ട്രാപ്പുകളിലും അല്ലെങ്കിൽ ലിക്വിഡിറ്റിയുള്ള ഏരിയകളിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ആ ഒരു ട്രേഡിംഗ് സിസ്റ്റം. ഇവിടെയൊക്കെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാകും, കാരണം ഒരു സിംഗിൾ ലോൻ്റെ താഴെയാണ്. അതുപോലെ നമുക്ക് ഇവിടെ കണ്ടോ ഒരു ലിക്വിഡിറ്റി ഇവിടുന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് SBI വീണ്ടും അപ്സൈഡ് പോകുന്നുണ്ടോ. നോർമലി ആളുകൾ എന്ത് ചെയ്യുക, SBI താഴെ നിന്നൊക്കെ വാങ്ങിയ ആളുകളൊക്കെ പിന്നെ ഇവിടെ ഓർഡർ ഉണ്ടാവാൻ കാരണം ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ താഴെ നിന്നൊക്കെ SBI വാങ്ങി നല്ല ബുള്ളിഷാന്ന് കണ്ടിട്ട് ഇവിടെ നിന്നൊക്കെ വാങ്ങിയ ആളുകളുണ്ടാവും. ആളുകൾ കുറേ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു 5000 10,000 ഒക്കെ ലാഭം കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിൽ പോയിട്ട് അവരെന്ത് ചെയ്തിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ട്രെയിൽ ചെയ്തിട്ട് ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് SBI താഴേക്ക് ഡൗൺ. എപ്പോഴും ആളുകളുടെ എക്സ്പെക്ടേഷൻ അതാണ്, കുറേ മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ നല്ല താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള വ്യൂവിൽ കുറേ ആളുകൾ ഇവിടെ ഷോർട്ടും ചെയ്യും. കുറച്ച് ആളുകളുടെ അവരുടെ താഴെ നിന്ന് വാങ്ങിയ ആളുകൾ ട്രെയിലിംഗ് SL കൊടുത്തിട്ടാവാം. ചില ആളുകൾ ഓൾറെഡി 5000 പ്രോഫിറ്റ് കിട്ടി 2000 എത്തിയിട്ടുണ്ട്, എക്സിറ്റ് ചെയ്യാം, ഇനിയും വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ലോസിൽ ബുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചിന്തയുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരം ഏരിയകൾ നമ്മൾ കണ്ടെത്തിയിട്ട് ഓർഡറുകൾ, അതായത് സെൽ ഓർഡറുകളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവുമല്ലോ അവിടെ, അപ്പം വീണ്ടും ബൈ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ടൊക്കെ ട്രേഡ് എടുക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഏരിയകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനത്തെ ഏരിയകളിൽ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ഇതിൻ്റെ ഒരു സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ ഒരു കോർ എന്ന് പറഞ്ഞാൽ. വീഡിയോ കണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കുകൾ ചെയ്യുമ്പോൾ വീഡിയോക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ ഹെൽപ്പാവും, അതൊരു മോട്ടിവേഷൻ ആവും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.